രാജ്യത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ, നടി ശോഭന, IM വിജയൻ, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എന്നിവർക്ക് പത്മഭൂഷണം, സംഗീതജ്ഞ K ഓമനക്കുട്ടിക്ക് പത്മശ്രീയും ലഭിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള വാദ്യ സംഗീത കലാകാരൻ വേലു ആശാന് പത്മശ്രീ. പാരാ അത്ലറ്റ് ഹർവിന്ദർ സിംഗിനും നാടോടി ഗായിക ബാട്ടുൽ ബീഗത്തിനും പത്മശ്രീ. ജിഷ്ണു ചേരുന്നു. ജിഷ്ണു, വിശദാംശങ്ങൾ. പത്മ പുരസ്കാരങ്ങൾ വലിയ രീതിയിൽ സാധാരണക്കാരിലേക്കും എത്തുന്ന രീതിയിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഒപ്പം രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രമുഖരായ വ്യക്തികൾക്ക്, രാജ്യത്തിന് സേവനം നൽകിയ വ്യക്തികൾക്ക് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി കേരളത്തെ സംബന്ധിച്ച് നമുക്ക് എടുത്തു പറയാവുന്നത് അന്തരിച്ച MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം പത്മഭൂഷൺ പുരസ്കാരത്തിന് കായിക താരം ശ്രീജേഷ് അർഹനായിട്ടുണ്ട്. ഒപ്പം കേരളത്തിൽ നിന്ന് മറ്റുള്ളവർക്കും പത്മ പുരസ്കാരങ്ങൾ, നടി ശോഭനയ്ക്ക് പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചു. പത്മഭൂഷണാണ് നടി ശോഭനയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കേരളത്തിനും ഇത്തവണ പത്മ പുരസ്കാര പ്രഖ്യാപനത്തിൽ ഇത്തരത്തിൽ ബഹുമതികൾ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പ്രവർത്തകയുമായ ലിബിയ ലോബോ സർദേശായി, നാടോടി ഗായിക ബാട്ടുൽ ബീഗം, തമിഴ്നാട്ടിലെ വാദ്യകലാകാരൻ വേലു ആശാൻ, പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ചൈത്രം ദേവ്ചന്ദ് പവാർ തുടങ്ങി നിരവധി പേർക്കാണ് പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പത്മ അവാർഡുകളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ തന്നെ വിവിധ മേഖലകളിൽ രാജ്യത്തിന് മികച്ച സേവനം നൽകിയ ആളുകളോടൊപ്പം സാധാരണക്കാരായ വ്യക്തികൾ, സാധാരണക്കാരായ ആളുകൾ, അതും രാജ്യത്തിന് സേവന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന സാധാരണക്കാരിലേക്കും പത്മ അവാർഡുകൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്നത് MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നു. ഒപ്പം IM വിജയന് പത്മശ്രീ പ്രഖ്യാപിച്ചിരുന്നു. കായിക മേഖലയിൽ നിന്ന് 2 പേർക്കാണ് കേരളത്തിൽ നിന്ന് പത്മ അവാർഡുകൾ ഈ വർഷം ലഭിക്കുന്നത്. IM വിജയനും ഒപ്പം PJ ശ്രീജേഷിനുമാണ് അവാർഡുകൾ. IM വിജയന് പത്മശ്രീയും ഒപ്പം PJ ശ്രീജേഷിന് പത്മഭൂഷണുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മൃദംഗ വിദ്വാൻ ഗുരുവായൂർ ദ്വരേദിക്ക് പത്മശ്രീ പുരസ്കാരം, ജോസ് കുട്ടി പെരിയപുറത്തിന് പത്മഭൂഷൺ തുടങ്ങിയാണ് കേരളത്തിൽ നിന്ന് പത്മ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. MTക്ക് പത്മവിഭൂഷൺ ലഭിച്ചു എന്നുള്ളത് അഭിമാനിക്കാവുന്ന കാര്യമാണ്. സൈനിക മെഡലുകളും നേരത്തെ രാഷ്ട്രപതി ഭവൻ പ്രഖ്യാപിച്ചിരുന്നു. 2 പേർക്കാണ് കീർത്തി ചക്ര പ്രഖ്യാപിച്ചിരുന്നത്. മേജർ മഞ്ജിത്, ഒപ്പം നായിക് ദിൽവർ ഖാൻ എന്നിവർക്കായിരുന്നു കീർത്തി ചക്ര. ഒപ്പം മലയാളി ഉദ്യോഗസ്ഥൻ, ബോർഡർ റോഡ് ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്ന മലയാളി ഉദ്യോഗസ്ഥൻ G വിജയൻ കുട്ടിക്ക് മരണാനന്തര ബഹുമതിയായി ശൗര്യചക്ര പ്രഖ്യാപിച്ചിരുന്നു. ജമ്മു കാശ്മീരിൽ വെച്ചായിരുന്നു മലയാളി ഉദ്യോഗസ്ഥൻ, ബോർഡർ റോഡ് ഓർഗനൈസേഷനിലെ മലയാളി ഉദ്യോഗസ്ഥൻ G വിജയൻകുട്ടി വീരമൃത്യു വരിച്ചത്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ശൗര്യചക്ര നൽകും. 14 പേർക്ക് ശൗര്യചക്ര പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സൈനിക മെഡലുകൾ പ്രഖ്യാപിച്ചു. അതിന് പിറകെയാണ് ഇപ്പോൾ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ മലയാള അഭിമാനം എന്നുള്ളത് MT വാസുദേവൻ നായർക്ക്, അദ്ദേഹത്തിന്റെ അന്തരിച്ച കഥാകൃത്ത് MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ, പ്രിയ ശ്രീജേഷിന് പത്മഭൂഷൺ, ഒപ്പം നടി ശോഭനയ്ക്കും പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ജോസ് കുട്ടി പെരിയപുറത്തിന് പത്മഭൂഷൺ, കൂടാതെ കായിക താരം PJ ശ്രീജേഷിനും പത്മഭൂഷൺ, ഫുട്ബോൾ താരം IM വിജയന് പത്മശ്രീ തുടങ്ങിയവയാണ് കേരളത്തിൽ നിന്ന് പത്മ അവാർഡുകൾക്ക് അർഹരായിട്ടുള്ളവർ. ഇന്ന് രാവിലെ പോലീസ് മെഡലുകളും രാഷ്ട്രപതി ഭവൻ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ കേരളത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിന് IPS ഉദ്യോഗസ്ഥൻ P വിജയൻ അർഹനായിരുന്നു. കൂടാതെ 10ലധികം പോലീസ് സേനയിൽ നിന്ന് 10ലധികം പേർക്കും, ജയിൽ വകുപ്പിൽ നിന്നും 5 പേർക്ക്, അഗ്നിരക്ഷാ സേനയിൽ നിന്ന് 5 പേർക്കും സുസ്ഥിര സേവനത്തിനുള്ള പുരസ്കാരവും രാഷ്ട്രപതി പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ അത്തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ സേനകളിൽ നിന്ന് പോലീസ്, അഗ്നിരക്ഷ, ഒപ്പം ഈ ജയിൽ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥർക്കുള്ള മെഡലുകൾ പ്രഖ്യാപിച്ചു. അതിന് പിറകെയായിരുന്നു സൈനിക മെഡലുകൾ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും രാജ്യത്തെ അഭിസംബോധന ചെയ്ത വേളയിലായിരുന്നു പത്മ പുരസ്കാരത്തിന്റെ ആദ്യ പട്ടിക പുറത്തു വന്നത്. ആദ്യ പട്ടികയിൽ 31 പേരുകളാണ് ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പ്രവർത്തകയുമായ ലിബിയ ലോബോ സർദേശായി ഉൾപ്പെടെ 31 പേരുകൾ. രണ്ടാം പട്ടികയിലാണ് ഇത്തരത്തിൽ
MT വാസുദേവൻ നായർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സിനിമാ താരങ്ങളായ ശോഭനയ്ക്കും അജിത്തിനും പത്മഭൂഷൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. IM വിജയന് പത്മശ്രീ ലഭിക്കുന്നു. ഒപ്പം K ഓമനക്കുട്ടിയമ്മയ്ക്കും പത്മശ്രീ. അത്തരത്തിൽ കേരളത്തിൽ നിന്ന് ഇത്തവണ പത്മ അവാർഡുകളിലേക്ക് പരിഗണിച്ച അല്ലെങ്കിൽ പത്മ അവാർഡ് ലഭിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. ഒപ്പം അവരുടെ ഓരോ മേഖല പരിശോധിക്കുമ്പോഴും കായിക മേഖലയിൽ സ്വന്തം വ്യക്തിബുദ്ധി പതിപ്പിച്ച PR ശ്രീജേഷിനാണ് പത്മഭൂഷൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം IM വിജയൻ രാജ്യത്തിന് തന്നെ അഭിമാനമായിക്കൊണ്ട് ഫുട്ബോൾ മേഖലയിൽ തന്റേതായ സേവനങ്ങൾ അല്ലെങ്കിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് പത്മശ്രീ നൽകി രാജ്യം ആദരിക്കുന്നു. കൂടാതെ K ഓമനക്കുട്ടി അമ്മയ്ക്ക് പത്മശ്രീ, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന് പത്മഭൂഷൺ, സിനിമാ താരം ശോഭനയ്ക്ക് പത്മഭൂഷൺ എന്നിവയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ വിവിധ മേഖലയിൽ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ മേഖലകളിലായി സേവനം നൽകുകയും ശ്രദ്ധാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാധാരണക്കാരിലേക്കും പത്മ അവാർഡുകൾ ഇപ്പോൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, തീർച്ചയായും ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിന് ഏറെ അഭിമാനകരം. അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലും പത്മ പുരസ്കാരങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് പത്മശ്രീ അവാർഡുകൾ ഏതൊക്കെ രീതിയിലാണ് ജിഷ്ണു? നമുക്കറിയാമല്ലോ, കുവൈറ്റിലെ യോഗ പരിശീലക ഷെയ്ഖ AJ അൽ സബാഹയ്ക്കും ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ സേവനം നടത്തിയിട്ടുള്ള ആളുകൾക്ക്, അത് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, ഒപ്പം നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഈ രാജ്യത്തിന് മാതൃകാപരമായ അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാധാരണക്കാരിലേക്കും ഇത്തരത്തിൽ പത്മ പുരസ്കാരങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പുരസ്കാര ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ, പത്മ പുരസ്കാരത്തിന്റെ ഈ ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതിൽ കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ ആളുകൾക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. തമിഴ്നാട്ടിൽ നിന്നുള്ള വാദ്യ സംഗീതജ്ഞൻ വേലു ആശാൻ, ഒപ്പം പാരാ അത്ലറ്റ് ഹർവീന്ദർ സിംഗ്, നാടോടി ഗായിക ഭാട്ടുൽ ബീഗം തുടങ്ങിയവർക്കും പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. കൂടാതെ ഗോവയുടെ വിമോചന സമരത്തിൽ പ്രധാന പങ്കുവഹിച്ച ലിപിയ ലോബോ സർദേശായി, കൂടാതെ ഡോക്ടർ നിർജ ബട്ല പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായി. കേരളത്തിൽ നിന്ന് അന്തരിച്ച സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായാണ് പത്മഭൂഷൺ. ഹോക്കി താരം PR ശ്രീജേഷിനും ഒപ്പം നടി ശോഭനയ്ക്കും പത്മഭൂഷൺ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രോഹിണി.